ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചെറുതുരുത്തി പഴയ കലാമണ്ഡലത്തിന് സമീപം പ്രവർത്തിക്കുന്ന നിള ബോട്ട് ക്ലബിൽ പുതുതായി നിർമ്മിച്ച കഥകളി പ്രതിമയുടെ അനാച്ഛാദനവും കയാക്കിംഗ് ബോട്ട്, വഞ്ചി എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മാനസികോല്ലാസത്തിനും ആനന്ദത്തിനും വിനോദത്തിനുമായി അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി സുരക്ഷയോടുകൂടിയാണ് പഴയ കലാമണ്ഡലം നിള ക്യാമ്പസിന് സമീപം നിള ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയിൽ തോണിയിറക്കിയത്. ശനിയാഴ്ച വൈകിട്ട് കഥകളി പ്രതിമയുടെ അനാച്ഛാദനവും കയാക്കിംഗ് ക്ലബ്ബ് സവാരിക്കായുള്ള വഞ്ചിയുടെ ഉദ്ഘാടനവും ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. ടീച്ചറും കൂടിയാണ് ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പ്രദേശം വലിയ രീതിയിലുള്ള അഭിമാനത്തിന് പാത്രീഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കലാമണ്ഡലം എന്ന് പറയുന്നത് ലോകപ്രശസ്തമായിട്ടുള്ള ഒരു കലാകേന്ദ്രമാണ്. അതിന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് അത് പ്രവർത്തിക്കുകയാണ്. ആ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെടാൻ വേണ്ടി പോകുന്നില്ല, ഒരു കൾച്ചറൽ യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ കലാമണ്ഡലത്തെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനവും നടന്നു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ നാടിൻ്റെ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനം കലാമണ്ഡലം. ആ പഴയ കലാമണ്ഡലത്തിനോടനുബന്ധിച്ചാണ് ഈ ബോട്ട് ക്ലബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നുള്ളതും ഏറെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഈ മണ്ഡലത്തിൽ ഏകദേശം 2 കോടി രൂപയുടെ വിവിധ ടൂറിസം പദ്ധതികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിലാണ് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ 20 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതുകൂടാതെ 1.5 കോടി രൂപയുടെ വികസന പ്രവർത്തനം ടൂറിസം രംഗത്ത് നടപ്പിലാക്കാൻ വേണ്ടി വള്ളത്തോൾ നഗർ പഞ്ചായത്തിന് തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ നിള നദീതീരം തീർച്ചയായിട്ടും നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയണം. നമ്മുടെ നാടിൻ്റെ ഡൊമസ്റ്റിക് ടൂറിസം വർദ്ധിപ്പിക്കാൻ അത് ഏറെ സഹായകരമായി മാറും. അതുവഴി ആളുകൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടാകുന്നതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾക്ക് തൊഴിലും വരുമാനവും ആർജിക്കാനുള്ള അവസ്ഥയുമാണ്. ആ തൊഴിലും വരുമാനവും ആർജിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായിരുന്നു. കലാമണ്ഡലം മോഹിനിയാട്ടം പ്രൊഫസർ, കലാമണ്ഡലം ഹൈമാവതി, വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ്, CPM നേതാവ് KK മുരളീധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അജിത രവികുമാർ, ബോട്ട് ക്ലബ്ബ് MD P ശിവശങ്കർ, സെക്രട്ടറി KN ജിതേഷ്, ആനന്ദ് ദേശമംഗലം, പ്രസിഡന്റ് PK ഗോപാലൻ, ട്രഷറർ KK ശിവശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. അടുത്ത CK കുഞ്ഞുമോൻ, അടുത്ത സിദ്ദിഖ് KH ചേലക്കര, കർഷകൻ, വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് ഷാജി കാരക്കാടിന്റെ അതിഗംഭീര ഗാനമേളയും സംഘടിപ്പിച്ചിരുന്നു. നാടാണ് നമ്മന്റെ പാലക്കാട്.
പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ഡെസ്ക് CCV